അതായത് സാറ് വരുന്ന വേദിയിൽ അമൃത വരണ്ട എന്നൊരു പ്രസ്താവന ഉന്നയിച്ചായിരുന്നു. അവിടെ പക്ഷെ അമൃതയ്ക്ക് ഏറ്റവും കണ്ണു നിറഞ്ഞൊരു കാര്യമുണ്ട്. സാർ അമൃതയെ കണ്ടിട്ട് പറഞ്ഞത് എന്നോട് ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഒരു നേതാവ് പറയത്തില്ല സാറേ. അല്ല, ആ കുട്ടി അവിടെ വരുന്ന എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കിട്ടിയ നോട്ടീസിലെ കുട്ടി, പക്ഷേ നേരത്തെ ഇറങ്ങിയ നോട്ടീസിലെ കുട്ടിയുടെ പടമുണ്ട്. ആ കുഞ്ഞ് അവിടുത്തെ കാര്യമാണ്. അപ്പോൾ അവർ ആ സ്കൂളിൻ്റെ അവിടെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അവിടെ ജൂബിലിക്ക് വിളിച്ചിട്ട് അവർ തമ്മിലുള്ള എന്തോ ഒരു സ്പർദ്ധ കൊണ്ടായിരിക്കും. അത് എന്താ പറയുക, ചില സംഘാടകർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയെ ഒഴിവാക്കിയാണ്. അവളെ ഒഴിവാക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യത എന്ന് പറയാൻ നമുക്കാരോട് ഇരിക്കാൻ യോഗ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ സിമ്പിളാക്കാൻ പറ്റുന്നു? സത്യസന്ധമായിട്ടും ജീവിക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പെരുമാറാതിരിക്കുക. പിന്നെ നമ്മളെ ഈഗോ ഉണ്ടാവായിരുന്നാൽ മതി. നമ്മളൊരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നെ പറ്റി എന്ത് പറയുന്നതിന് വിഷമമൊന്നുമില്ല. എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഓ പിന്നെ താങ്ക് യു. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂവർ നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം. ഇന്റർവ്യൂവിന്റെ മെയിൻ അതാണ്, എല്ലാ കാര്യവും ഓവറാണ്. എനിവേ, ഗണേഷ് കുമാർ ആ പെൺകുട്ടിയുടെ